കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ 2024 സംബന്ധിച്ച് സംയുക്ത പാർലമെന്ററി സമിതി മുമ്പാകെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. 1995 വഖഫ് നിയമത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഭേദഗതികൾക്കോ കൂട്ടിച്ചേർക്കലുകൾക്കോ സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകരുത് എന്ന് സമസ്ത സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള നിയമത്തിന്റെ പേരുമാറ്റി കേന്ദ്ര സർക്കാരിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന വിധത്തിലുള്ള പേരുമാറ്റം വഖഫിന്റെ തീരുമാനം എടുക്കുവാനുള്ള അതോറിറ്റിയായി കലക്ടറെ ചുമതലപ്പെടുത്തിയത്, മുത്തവല്ലിയെ നിയമിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവന്നത് തുടങ്ങിയവയ്ക്കെതിരെ വിവിധ നിർദ്ദേശങ്ങളും നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ വഖഫ് കൗൺസിലിൽ മുസ്ലിങ്ങളല്ലാത്ത 2 പേരെ നിർബന്ധമാക്കിയത്, സംസ്ഥാന വഖഫ് ബോർഡിൽ മുത്തവല്ലിമാരുടെ പ്രാതിനിധ്യം കുറച്ചത്, മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലെ 2 മെമ്പർമാരെ വഖഫ് ബോർഡ് അംഗങ്ങളാക്കുവാനുള്ള നീക്കം, മുസ്ലിങ്ങളിൽ ജാതീയതയുണ്ടെന്ന നിലയ്ക്ക് പരാമർശം നടത്തിയത്, വഖഫ് ബോർഡ് ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ബോർഡ് അംഗങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത്, വഖഫ് ബോർഡ് സിഇഒയെ സംസ്ഥാന സർക്കാർ നേരിട്ട് നിയമിക്കുവാനുള്ള നീക്കം, ആധാരപ്രകാരമല്ലാതെ സൃഷ്ടിക്കപ്പെടുന്ന വഖഫിന്റെ നിയമസാധുത ഒഴിവാക്കിയത്, വഖഫ് രജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റ് നൽകലും കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലും ഡാറ്റാബേസും മാത്രമാക്കിയത് തുടങ്ങിയ നീക്കങ്ങൾക്കെതിരെയും നിവേദനത്തിൽ പരാമർശമുണ്ട്. നിരവധി നിർദ്ദേശങ്ങളും നിയമ പശ്ചാത്തലങ്ങളും ഉൾപ്പെടുത്തിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരും സമസ്തയുടെ നിവേദനം സമർപ്പിച്ചിരിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.